ഹലോ ഗൈസ്, വെൽക്കം ടു മെക് സ്റ്റുഡിയോ. അപ്പോൾ ഇനി RCBക്ക് പ്രതീക്ഷകൾക്ക് സാധ്യതയുണ്ടോ? IPL 2024 ആദ്യ IPL കിരീടം എന്ന സ്വപ്നതുല്യമായ നേട്ടത്തിലേക്ക് വിരാട് കോഹ്ലിക്കും സംഘത്തിനും ഇനിയും എത്ര നാൾ കാത്തിരിക്കണം? നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മുംബൈ ഇന്ത്യൻസിനോട് കൂടി പരാജയപ്പെട്ടതോടുകൂടി RCBയുടെ ഏതാണ്ടൊക്കെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ അസ്തമിച്ച ആ ഒരു ഘട്ടത്തിലാണ്. സീസണിൽ 6 മത്സരങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ ഒരു വിജയം മാത്രമാണ് ഫാഫ് ഡുപ്ലസി നയിക്കുന്ന റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ഇതുവരെ നേടാൻ സാധിച്ചത്. 5 പരാജയങ്ങൾ. കഴിഞ്ഞ ദിവസം മുംബൈയോട് കൂടി തോറ്റതോടുകൂടി തുടർച്ചയായ 3ാം പരാജയമാണ് RCB നേരിട്ടത്. നമുക്കറിയാം, ബാറ്റിംഗ് ഓർഡർ വളരെ ശക്തമായി തുടരുമ്പോഴും താരലേലം കഴിഞ്ഞ ശേഷം പലവട്ടം RCBയുടെ അനാലിസിസ് വീഡിയോ ചെയ്തപ്പോൾ പ്രധാനമായും സൂചിപ്പിച്ചൊരു പ്രശ്നം തന്നെയായിരുന്നു ബൗളേഴ്സിൻ്റെ ക്വാളിറ്റി ഇല്ലായ്മ. അത് അടിവരയിട്ട് ആവർത്തിക്കുന്ന പ്രകടനം തന്നെയാണ് RCB ബൗളർമാർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് സിറാജിൻ്റെ മോശം ഫോമും അതിന് അക്കം കൂട്ടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മുംബൈയോട് കൂടി 196 എന്നൊരു വമ്പൻ സ്കോർ കുറിച്ചിട്ടും 27 പന്തുകൾ ബാക്കി നിൽക്കുകയായിരുന്നു RCB മുംബൈ ഇന്ത്യൻസ് പരാജയപ്പെടുത്തിയത്. സീസണിലെ തുടർച്ചയായ രണ്ടാം വിജയമായിരുന്നു ഹാർദിക് പാണ്ഡ്യയും സംഘവും RCBയെ പരാജയപ്പെടുത്തിക്കൊണ്ട് നേടിയത്. 6 മത്സരങ്ങൾ പിന്നിടുമ്പോൾ ഒരു വിജയം മാത്രമുള്ള 2 പോയിന്റ് മാത്രമുള്ള RCB നിലവിൽ ഏറ്റവും അവസാന സ്ഥാനത്താണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഫാഫ് ഡുപ്ലസി, ദിനേഷ് കാർത്തിക്, രജത് പടിതാർ തുടങ്ങി 3 വമ്പൻ താരങ്ങളുടെ അർദ്ധ സെഞ്ചുറിയുടെ കരുത്തിലായിരുന്നു RCB 196 എന്ന വമ്പൻ സ്കോർ മുംബൈക്ക് മേൽ പടുത്തുയർത്തിയത്. എന്നാൽ മറുപടി ബാറ്റിംഗിൽ ഇറങ്ങിയ മുംബൈ തുടക്കം മുതൽ തന്നെ ആക്രമിച്ചു കളിച്ച ആ ഒരു പ്രകടനമാണ് നമ്മൾ ഇന്നലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ കണ്ടത്. ക്രീസിൽ വന്നവരെല്ലാം തലങ്ങും വിലങ്ങും RCB ബോളർമാരെ ചെണ്ട പോലെ മർദ്ദിച്ചപ്പോൾ മുംബൈക്ക് 27 പന്തുകൾ ബാക്കി നിൽക്കിയ സീസണിലെ തുടർച്ചയായ 2ാം വിജയം. നമുക്കറിയാം, 196 ചേസ് ചെയ്യാവുന്ന സ്കോറാണ്. ഒരു വമ്പർ സ്കോർ തന്നെയാണെങ്കിൽ പോലും അടിച്ചെടുക്കാവുന്ന സ്കോറൊക്കെ തന്നെയാണ്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, 27 പന്തുകൾ ശേഷിക്കുക മുംബൈ ഇന്ത്യൻസ് അത് മറികടന്നെന്ന് പറയുമ്പോൾ ഏതാണ്ട് 5 കൂടുതൽ ഓവറുകൾ ബാക്കി നിൽക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിയത്. വളരെ പ്രധാനപ്പെട്ട കാര്യം, അവിടെ തന്നെ നമുക്ക് RCB ബൗളർമാരുടെ ആ ഒരു പ്രകടനം വിലയിരുത്താം. സീസണിൽ പഞ്ചാബ് കിങ്സിനെതിരെ ആ ഒരു പോരാട്ടം മാത്രമാണ് നിലവിൽ IPL 2024 റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് വിജയിക്കാൻ സാധിച്ചത്. പിന്നീട് അങ്ങോട്ട് കളിച്ച മത്സരങ്ങളെല്ലാം തുടർ പരാജയങ്ങൾ തന്നെയായിരുന്നു. ബൗളേഴ്സിൻ്റെ ആ ഒരു ദയനീയ പ്രകടനം, ഒപ്പം നമുക്കറിയാം ഈ ഒരു IPL സീസണിലെ ഏറ്റവും വേഴ്സ്റ്റ് എക്കോണമി റേറ്റും RCB ബൗളർമാർക്ക് തന്നെയാണ് സ്വന്തം. ഈ കണക്കുകളെല്ലാം കൂട്ടിയും കിഴിച്ചും നിൽക്കുമ്പോൾ 6 മത്സരങ്ങളിൽ നിന്ന് 2 പോയിന്റ് മാത്രമുള്ള RCBയുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ ഏതാണ്ട് തുലാസിലായ അവസ്ഥയിൽ തന്നെയാണ്. ഇനിയുള്ള 8 മത്സരങ്ങൾ വിജയിക്കുക എന്നതിനോടൊപ്പം മികച്ച നെറ്റ് റൺ റേറ്റും RCBക്ക് ആവശ്യമുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.